സൗദി ടു ദുബായ് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. സൗദി ടു ദുബായ് നമുക്ക് പോകണമെങ്കിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. അതായത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ബസ് ബുക്ക് ചെയ്യാം. ഞാൻ എക്സിറ്റ് അടിച്ചാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ലഗേജ് കൂടുതലായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ നോക്കുമ്പോൾ 400+ റിയാൽ വരുന്നുണ്ട് വിത്ത് ലഗേജ് ഫ്ലൈറ്റിന്. ലഗേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 200+ വരുന്നുള്ളൂ. പിന്നെ ഞാൻ നോക്കിയത് ബസ്സാണ്. ബസ്സിന് 140 ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ലഗേജിന് ഒരു ബാഗിന് 5 റിയാൽ ക്യാരി ഫോർവേഡിങ് ചാർജ് വരുന്നുണ്ട്. അതായത് നമ്മുടെ 3 ബാഗാണ് ഉള്ളതെങ്കിൽ ഒരു 15 റിയാൽ നമുക്ക് ക്യാരി ഫോർവേഡിങ് ചാർജായിട്ട് അവിടെ അടയ്ക്കേണ്ടി വരും. ഞാൻ ദുബായിലേക്ക് 2 മാസത്തെ വിസിറ്റിംഗ് വിസയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 2 മാസത്തേന് 490 റിയാലാണ് എനിക്ക് ചിലവായത് വിസിറ്റിംഗ് വിസയ്ക്ക്. ഞാൻ ബത്തയിലുള്ള ഒരു ഏജൻസി വഴിയാണ് വിസിറ്റിംഗ് വിസ എടുത്തത്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ബസ് ബുക്ക് ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. അതായത് ഓൺലൈൻ ബുക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സാപ്കോയുടെ ബസ് സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്യാം. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നിന്നില്ല, കാരണം എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയേണ്ടതുകൊണ്ട് ഞാൻ അസീസിയയിലുള്ള സാപ്കോയുടെ ബസ് സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്യുകയായിരുന്നു. 140 റിയാലാണ് ടിക്കറ്റ് ചാർജ് ആയത്. ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 2 hours മുമ്പ് സ്റ്റേഷനിൽ വരണം, റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ നിന്നിറങ്ങി. എനിക്കധികം ദൂരമില്ലായിരുന്നു, പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട് അനൂപാണ് എന്നെ കൊണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖമാണ് കുറച്ച് മുമ്പ് കണ്ടത്, ടാക്സി ഡ്രൈവർ അല്ല. നിങ്ങൾ എക്സിറ്റ് അടിച്ചാണ് പോകുന്നതെങ്കിൽ എക്സിറ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ക്യാഷ് എല്ലാം വിഡ്രോ ചെയ്യുക അക്കൗണ്ടിൽ നിന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നതാണ്. പിന്നെ നമുക്ക് ATM കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തോ നമുക്ക് ഫണ്ട് മാറ്റാൻ പറ്റത്തില്ല. പിന്നീട് നമ്മൾ ബാങ്കിൽ പോയി നമ്മുടെ ഇക്കാമ പിന്നെ അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എക്സിറ്റ് അടിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മൾ മെയിൻലി ക്യാരി ചെയ്യേണ്ടത് വിസയാണ്. അതായത് ദുബായിലേക്കുള്ള വിസിറ്റിംഗ് വിസ, പിന്നെ പാസ്പോർട്ട്. ഇത് രണ്ടുമാണ് മെയിൻലി ആവശ്യമുള്ള 2 ഡോക്യുമെൻറ്റ്സ്. ഇനി നിങ്ങൾ എക്സിറ്റ് അടിക്കാതാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇക്കാമയുടെ കൈ കരുതേണ്ടതാണ്, കാരണം ബോർഡറിൽ അത് ചോദിക്കുന്നതാണ്. സാപ്കോ ബസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് ബസ് വഴിയോ അതല്ലാന്നുണ്ടെങ്കിൽ മെട്രോ വഴിയോ പോകുന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെ നെസ്റ്റോയും ഉണ്ട്. അസീസിയ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിയർ ബൈ ആണ് സാപ്കോയുടെ ബസ് സ്റ്റേഷന്. പിന്നെ നിങ്ങൾ തണുപ്പ് കാര്യങ്ങളൊക്കെ അധികം പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കരുതി വെക്കുക കയ്യിൽ, ഫ്ലാസ്കിൽ വെള്ളം. പിന്നെ ഒരു ബ്ലാങ്കറ്റ് കയ്യിൽ കരുതുക, കാരണം ബസ്സാണ്, AC കൂടുതലായിരിക്കും. അപ്പോൾ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഒന്നും കാണത്തില്ല. അപ്പോൾ കയ്യിലൊരു ബ്ലാങ്കറ്റ് കരുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ സാപ്കോ ബസ് സ്റ്റേഷനിലെത്തി. പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഉടനെ കയറിയില്ല. ഞങ്ങൾ പിന്നെ നെസ്റ്റോയിൽ പോയി എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോയി. നെസ്റ്റോയുടെ പാർക്കിംഗ് നിന്നപ്പോഴാണ് ഓപ്പോസിറ്റ് ഷവർമ ഹൗസ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് ഷവർമ ഹൗസിൽ നിന്ന് കഴിച്ചതിന് ശേഷം തിരിച്ച് നേരെ സാപ്കോ ബസ് സ്റ്റേഷനിലേക്ക് എത്തി. ആ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷനുള്ള സാറ്റ് വഴിയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഞാൻ ആ കൗണ്ടറിൽ ചെന്നു. ആ കൗണ്ടറിൽ ചെന്നപ്പോൾ ലഗേജ് കൊടുക്കാനുള്ള പ്ലേസ് കാണിച്ചു. അവിടെ ചെന്നു, അവർ ലഗേജ് സ്റ്റിക്കർ ഒട്ടിച്ചു. പിന്നെ അതിൽ നമ്മുടെ നമ്പർ എഴുതി. എന്നിട്ട് അവർക്ക് ഒരു ലഗേജിന് 5 റിയാൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടും, അതായത് ബസ്സിലേക്ക്. ഇപ്പോൾ യോയോ കാണിച്ചതാണ് നമ്മുടെ ഡ്രൈവർ, പുള്ളി നല്ല കമ്പനിയാണ്. ഇതാണ് നമ്മുടെ ബസ്. നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം അവർ ഓൾറെഡി ബസ്സിനുള്ളിൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ ലഗേജിനെ ഓർത്ത് പേടിക്കണ്ട. പിന്നെ ബസ് നല്ലൊരു ബസ്സാണ്. പിന്നെ അകത്ത് കയറിയപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ. ആകെ ഞങ്ങൾ 4 പേരാണ് ഉള്ളിൽ കയറിയത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഇനി ആൾക്കാർ കാണുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ആരുമില്ലായിരുന്നു. ഒരു വലിയൊരു ബസ്സും ഞങ്ങളാകെ ഒരു 4 പേരും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബസ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ
ഫ്രണ്ടിൽ ലേഡീസിനും ബാക്ക് സൈഡ് ജെൻസിനുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഷ്റൂം കാര്യങ്ങൾ എല്ലാം ബസ്സിലുണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ ചാർജിങ് പോർട്ട് ഉണ്ടായിരുന്നു. അവർ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു. 4 മണിക്കാണ് നമ്മുടെ ബസ് ടൈമിംഗ് കൊടുത്തിരുന്നത്. ഒരു 4:10 ആയപ്പോഴത്തേനും നമ്മുടെ ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കയ്യിൽ സ്നാക്സ് എന്തെങ്കിലും കരുതുക, കാരണം ഇൻ കേസ് വിശക്കുകയാണെങ്കിൽ കഴിക്കാം. കാരണം സ്റ്റോപ്പ് ഉണ്ടാവാറില്ല ബസ്സിനധികം. കാഴ്ചകളൊക്കെ കണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ ബസ് യൂസ് ചെയ്തത്. പക്ഷേ അത് നല്ലൊരു ഓപ്ഷൻ അല്ല, കാരണം അധികം നമുക്ക് കാഴ്ചകൾ കിട്ടത്തില്ല. കാരണം നമ്മൾ ഓൾറെഡി യാത്ര സ്റ്റാർട്ട് ചെയ്തത് 4 മണിക്കാണ്. അപ്പോൾ ഒരു ബ്ലോക്കും കാര്യങ്ങളും എല്ലാം പെട്ട് നമ്മൾ മെയിൻ ഒരു ഹൈവേയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ടൈം ആവും. പിന്നെ പതുക്കെ ഇരുട്ടാനും തുടങ്ങും. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ അധികം കിട്ടാറില്ല, എന്നാലും കിട്ടുന്നുണ്ട്. ബോർഡർ അടുക്കാറാകുമ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 10 മണി ആ ടൈം ആയെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. യാത്ര പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം സൗദിയുടെ ചെക്കിംഗ് പോയിന്റ് ആണുള്ളത്. അവിടെ നിന്ന് നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ വണ്ടി സ്കാൻ ചെയ്തിട്ടാണ് അടുത്തതിലേക്ക് പോകുന്നത്. ആ ഏരിയയിലൊന്നും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. പിന്നെ ഇത് നമുക്ക് ദുബായിലാണ്. ദുബായ് ലാസ്റ്റ് സ്റ്റോപ്പിലേക്കാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വന്നിറങ്ങുന്നത്, അതായത് ഹയാത്ത് റീജൻസിയുടെ അടുത്തായിട്ട്. പ്ലേസ് നെയിം നൈഫ് എന്നാണ്. ഇവിടെ തന്നെ ഞാൻ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, അതായത് അവരുടെ ഓഫീസ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വൈഫൈ കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് നമുക്ക് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയോടെ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.